ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറേയധികം കാര്യങ്ങളുണ്ട് കേട്ടോ. സൂപ്പർ റെസിപ്പീസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല വിശേഷങ്ങളും ഒക്കെയുള്ള നല്ലൊരു വീഡിയോ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് വഴുതനങ്ങയും അതുപോലെ തന്നെ ചിക്കനും വെച്ചിട്ട് ഒരു സൂപ്പർ ഗ്രേവിയാണ് കേട്ടോ കാണിക്കുന്നത്. ഭയങ്കര ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. അപ്പോൾ വലിയതാക്കിയിട്ട് തന്നെ ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഒരു വഴുതനങ്ങ ഒരു 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് ആ ഒരു കറൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. ഇനിയിപ്പോൾ ഞാൻ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 2 മീഡിയം സൈസുള്ള സവോള കട്ടാക്കിയത് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റിൻ്റെ ശേഷം ഒരു വലിയ പഴുത്തിട്ടുള്ള തക്കാളി ചെറുതാക്കിയിട്ട് കട്ടാക്കിയത് അതുകൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ. ഇതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയലൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിയുടെ വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളിയും സവോളയൊക്കെ ഒന്ന് വേവായ ടൈമിൽ ഞാൻ ചിക്കൻ്റെ പീസസ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ്റെ പീസസാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൂടുതൽ ചിക്കൻ വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ചിക്കൻ ഏകദേശം ഒരു 3/4 വേവാവുന്ന ടൈമിലാണ് നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മീനൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ്റെ പീസസ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക മറിച്ചിട്ട് കൊടുക്കുന്നത് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കന് ഏകദേശം ഒരു 3/4 വേവാവുന്ന ടൈമിൽ നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ചിക്കന് ഒന്നുകൂടി ഒന്ന് വേവാവാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ നമുക്ക് വല്ലാതെ വെന്ത് ഉടയണ്ട കേട്ടോ. അപ്പോൾ ഏകദേശം വഴുതനങ്ങ ഒരു 3/4 ഭാഗത്തോളം വേവായാൽ അത്രയും കിട്ടിയാൽ മതി. ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു ഗ്രേവി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മീനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്ക് മീനൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കാറ് കേട്ടോ. ഏകദേശം ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കാറ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മീനിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് ഓരോരോ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3-4 മത്തി കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ. അതുകൂടി ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേഗത്തിൽ ചെയ്തെടുക്കുന്ന ഒരു സമയത്ത് ഞാൻ മീൻ ഇങ്ങനെയാണ് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ നേരെ മസാലയൊക്കെ പൊരിച്ചിട്ട് പച്ചയിലും പൊരിച്ചിട്ടെടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ഒരു മീഡിയം സൈസിൽ തീയിടും കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതൊന്ന് റെഡി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വന്ന ഒരു മസാല ഞാൻ മീനിൻ്റെ മുകളിലൊക്കെ ഒന്ന് തേച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു വഴുതനങ്ങയുടെ അടിഭാഗം ഒന്ന് വേവായാൽ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അല്ലാതെ ഒരുപാട് മിക്സാക്കി കൊടുക്കണ്ട. ജസ്റ്റ് നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മുടെ മീനൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് റെഡി ആവാനുണ്ട്.
ഇപ്പം നമ്മുടെ ഈ ഒരു വഴുതനങ്ങയും ചിക്കൻ വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രേവി സൂപ്പറായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഈ ഒരു ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു പയർ അതുപോലെ എന്താ പറയുക പടവലം അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ കൂടുതൽ കാലം കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കിത് എത്ര ദിവസം വെച്ചാലും ഏകദേശം ഒരു 2-3 ആഴ്ച നമുക്കിതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അവിയൽക്കും അതുപോലെ സാമ്പാറിലേക്കും, ഇനിയിപ്പോൾ നമുക്ക് ഇത് എന്താ പറയുക തോരന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്താൽ മതി ആ ഒരു ടൈമിൽ. അപ്പോൾ ഏകദേശം ഒരു ഇഞ്ച് വലിപ്പത്തിൽ അല്ലെങ്കിൽ അതിനായിട്ട് കുറച്ചുകൂടി വലിപ്പത്തിലായാലും മതി, ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ അപ്പോൾ മുഴുവനായിട്ട് ഞാനൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു പേപ്പർ ഒന്ന് വിരിച്ചു കൊടുക്കുക. ന്യൂസ് പേപ്പറോ എന്ത് പേപ്പർ ആയാലും മതി കേട്ടോ, വൃത്തിയുള്ള പേപ്പർ ആവണമെന്നേ ഉള്ളൂ. എന്നിട്ട് ആ ഒരു പേപ്പറിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പയറുണ്ടല്ലോ അത് മുഴുവനായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലും നമുക്കിതുപോലൊരു പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ എയറൊന്നും കടക്കാത്ത രൂപത്തിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് എത്ര എന്ന് വെച്ചാൽ ഒരു 2-3 ആഴ്ച നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാ പച്ചക്കറി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ എല്ലാം ഇതും കഴിഞ്ഞു, ഞാനൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വഴുതനയും ഈ ചിക്കനും വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അത്രയും ടേസ്റ്റാണിത്. അതിനിപ്പോൾ ഇതാ മീൻ കൂടി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ കറി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണിത്, നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവി തന്നെയാണിത്. അപ്പോൾ ഇത് വൈകുന്നേരമാണ്. വൈകുന്നേരം നമ്മൾ വീടിൻ്റെ മുകളിലുള്ള, അതായത് നമ്മളെ പറമ്പ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി നന്നായിട്ട് വൈകുന്നേരം ആയാൽ ഭയങ്കര ഒരു കാണാൻ ഭയങ്കര ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എന്താ പറയുക സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്രയും ടൈം ആയാൽ നമുക്കിത് ക്ലിയർ കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇനിയിപ്പോൾ ഒരു ദിവസം ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ കാണിക്കാം. നല്ല രസമുള്ളൊരു പ്ലേസ് തന്നെയാണിത്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. നല്ല സപ്പോർട്ട് ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. ഓക്കെ ബൈ.